ക്ഷീണമൊക്കെയാണ്. പണിയെടുത്തിട്ടല്ല, ഭക്ഷണം കഴിച്ചിട്ട്. എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? 7 കൂട്ടം അച്ചാറ്, 6 കൂട്ടം ഉപ്പേരി, 6 കൂട്ടം കൂട്ടുകറി, 6 കൂട്ടം തൊടുകറി, 4 കൂട്ടം മെഴുക്കുപുരട്ടി, 8 കൂട്ടം ഒഴിച്ചുകറി, 6 കൂട്ടം പായസം. പോരാഞ്ഞിട്ട് വലിയ പപ്പടം, ചെറിയ പപ്പടം, പൂവൻപഴം, അട, ഉപ്പ്, ഉണ്ട ശർക്കര, കൽക്കണ്ടം, മലർ, മുന്തിരിങ്ങ, കരിമ്പ്, തേന്. കൂട്ടി കഴിക്കാൻ പുത്തരി ചോറും. ഈ പറഞ്ഞ വിഭവങ്ങളൊക്കെയുള്ള ഒരു സദ്യ ഒക്ടോബർ 2-ാം തീയതി വരെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കിട്ടും. ജൂലൈ 13 മുതൽ അവിടെ ക്ഷേത്രോത്സവം തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ സെപ്റ്റംബർ 5-ന് തിരുവോണത്തോണി വരവ്, സെപ്റ്റംബർ 9-ന് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, സെപ്റ്റംബർ 14-ന് അഷ്ടമി രോഹിണി വള്ളസദ്യ എന്നീ ചടങ്ങുകളും അതിനിടയിലുണ്ട്. ഈ അഷ്ടമി രോഹിണി ദിവസം ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും സൗജന്യമായാണ് അവിടെ വള്ളസദ്യ കൊടുക്കുന്നത്. അന്നേ ദിവസം നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്ന വള്ളസദ്യ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദേവസ്വം ബോർഡ് പുതുതായിട്ട് ജൂലൈ 27 മുതൽ എല്ലാ ഞായറാഴ്ചകളിലും വള്ളസദ്യ ഒരുക്കുന്നുണ്ട്. അതിന് നിങ്ങൾ മുൻകൂട്ടി 250 രൂപ അടച്ച് ബുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ദൂരെ നിന്ന് വരുന്നവർക്ക് വള്ളസദ്യ കഴിക്കാൻ പോകുന്നതിന് മുൻപ് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും എബൌട്ട് താമസം, യാത്ര, ദൂരം പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വള്ളസദ്യ കഴിക്കാൻ പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവം, ഞാൻ എവിടെ താമസിച്ചു, എത്ര ദൂരം സഞ്ചരിച്ചു തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആറന്മുള സദ്യ കഴിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇപ്പോൾ അമ്പലത്തിലേക്ക് വരുന്ന ആർക്ക് വേണമെങ്കിലും റൂം എടുക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. വള്ളസദ്യ കഴിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ കൂടെയുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഡീറ്റെയിൽസ് മറന്നു പോകാണ്ടിരിക്കാൻ വീഡിയോ സേവ് ചെയ്ത് വെക്കാനും മറക്കരുത്. പിന്നെ അവസാനം നമ്മൾ പറയില്ലേ, ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കൂടുതൽ ഇൻഫർമേഷൻ ആയിട്ട് കാണാം.